ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മികച്ച ബോളിംഗ്, കിടിലം ബാറ്റിംഗ്, ഐതിഹാസിക വിജയമാണ്. 10 ഓവറുകൾ ബാക്കി നിർത്തി 9 വിക്കറ്റുകൾ ബാക്കിയാക്കി ടീം ഇന്ത്യ കിടിലൻ ഗംഭീരമായിട്ടുള്ള വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. യെസ്, അക്ഷരാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയെ തകർത്ത് തെരിപ്പണമാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു മത്സരത്തിൽ കിങ് കോഹ്ലി തകർത്താടുകയായിരുന്നു, രോഹിത് ശർമ്മ പൊളിച്ചടുക്കുകയായിരുന്നു. ജയ്സ്വാൾ ഈ ഒരു ഫോർമാറ്റിൽ ആദ്യമായി സെഞ്ചുറി അടിച്ചുകൊണ്ട് ODIയിലും തന്റെ വരവ് അറിയിക്കുകയായിരുന്നു. ഏതായാലും റോക്കോ, രോഹിത് ശർമ്മ, കിങ് കോഹ്ലി അവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും ഈ ഒരു ഫോർമാറ്റിൽ ഇനിയും ഒരുപാട് നാൾ കളിക്കാനുള്ള കെൽപ്പും കാലിബറും ഈ താരങ്ങൾക്കുണ്ടെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന സീരീസുകളാണ് കടന്നു പോയിരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള സീരീസിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് വാങ്ങിയത് 40 വയസ്സിലേക്ക് അടുക്കുന്ന ഹിറ്റ്മാൻ രോഹിത് ശർമ്മയായിരുന്നു. ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു സീരീസിൽ റൺ മെഷീൻ വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡും സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മൂന്നാമത്തെ ODI മത്സരത്തിൽ കിങ് കോഹ്ലിയുടെ വക 50 ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ആദ്യ ODI മത്സരത്തിൽ സെഞ്ചുറി, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള രണ്ടാമത്തെ ODI മത്സരത്തിൽ സെഞ്ചുറി, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മൂന്നാമത്തെ ODI മത്സരത്തിൽ 45 പന്തിൽ 65 റൺസിന്റെ കിടിലൻ 50യും. യെസ്, എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? അക്ഷരാർത്ഥത്തിൽ കിങ് കോഹ്ലി അടക്കി ഭരിച്ച ഒരു സീരീസ് തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും റോക്കോ ഇപ്പോഴും തങ്ങളുടെ ഫോമിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവരവരുടെ പീക്ക് ടൈമിൽ തന്നെയാണെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പെർഫോമൻസുകളാണ്. ഏതായാലും റോക്കോ അവരുടെ ബാറ്റ് സംസാരിക്കട്ടെ, ഇന്നിങ്സുകൾ സംസാരിക്കട്ടെ. കാരണം ആ രണ്ട് താരങ്ങളും ഇപ്പോഴും അടക്കി ഭരിക്കുകയാണ്, ODI ഫോർമാറ്റ് പൊളിച്ചെടുക്കുകയാണ്. രോഹിത് ഈ ഒരു മത്സരത്തിൽ 73 പന്തിൽ 75 റൺസ് ആണല്ലോ നേടിയത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 20,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി ഹിറ്റ്മാൻ നാഴികക്കല്ല് താണ്ടുകയും ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് സ്വന്തമാക്കിയ താരമാണ് വിരാട് കോഹ്ലി. ആ നേട്ടം അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നോർക്കണം, 22 പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് എന്നല്ല പറയുന്നത്, 22 പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ്. അതൊരു വല്ലാത്ത കണക്ക് തന്നെയാണ്. ഏതായാലും റോക്കോ ഇപ്പോഴും തകർത്താടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.